പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ സമൂഹത്തിലെ ഒരു ശ്രദ്ധിക്കപ്പെട്ട ഒരു തെറ്റ് തിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. വഴുതക്കാട്ട് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ ഏഷ്യാനെറ്റ് ന്യൂസുകാർ നടത്തുന്ന ഒരു യുവജനോത്സവ പരിപാടിയിൽ അവതാരകന് ഒരു കൂട്ടം കുട്ടികൾ കൂടി നിൽക്കുന്നവരോട് ഒരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾക്ക് വിവാഹത്തെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് എന്ന്. അതിന് പെൺകുട്ടികളെല്ലാവരും മറുപടി പറയുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടി പറയുന്ന അഭിപ്രായത്തിനകത്ത് ഒരു പോയിൻ്റ് എടുത്താണ് നമ്മൾ സംസാരിക്കുന്നത്. ആദ്യം ആ കുട്ടികൾ പറയുന്ന കാര്യം എന്താണെന്ന് ഒന്ന് കേട്ട് നോക്കൂ. അതിനുശേഷം അതിനെപ്പറ്റി എൻ്റെ അഭിപ്രായം എന്താണെന്നുള്ളത് ഞാൻ പറയാം. സമൂഹത്തിൽ ഈ ആൺകുട്ടികളെ വളർത്തിവിടുന്നത് കാണുമ്പോൾ തന്നെ പേടിയാവുകയാണ്. സ്ത്രീ വെറും ഒരു ഒബ്ജക്റ്റ് ആണെന്ന് മാത്രമാണ് എല്ലാവരും ജനറലൈസ് ചെയ്യുമല്ല, നല്ല എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഒരു പൊതുവേ ഇപ്പം ഞാൻ ഒരു മിക്സഡ് സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ സ്കൂളിലെ പയ്യന്മാർക്കെന്ന് പറയുമ്പോൾ പെൺകുട്ടി വെറും ഒരു ഒബ്ജക്റ്റ്, പുള്ളിക്കാരി ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ടാൽ അവൾ മോശം പെൺകുട്ടി. അങ്ങനെ കുറേ ചിന്താഗതി മനസ്സിൽ വെച്ച് ഇവർ വളർന്നു വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പേടിയാണ്. ഇവരെ ആണല്ലോ ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള പയ്യന്മാരെയൊക്കെ എനിക്ക് പേടിയാണ്. കാരണം ഇവരെ ആണല്ലോ കല്യാണം കഴിക്കേണ്ടി വരുന്നത്. വളർത്തു ദോഷമാണ്. കുട്ടി പറയുന്നത് കേട്ടില്ലേ? ഇത് പറയുന്നതിൽ അവളെ നമുക്ക് കുറ്റപ്പെടുത്താനാവില്ല. കാരണം ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പൊതുബോധമാണ്. ഒരു നല്ല പ്രായമുള്ളവരും വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ പൊതുവെ സംസാരിക്കാറുള്ള ഒരു കാര്യമാണ്. അത് മക്കൾ, പ്രത്യേകിച്ച് ആൺമക്കൾ ചെയ്യുന്ന തെറ്റ് അമ്മയുടെ വളർത്തുദോഷമാണെന്ന് പറയുന്നത്, അല്ലെങ്കിൽ വളർത്തുദോഷമാണെന്ന് പറയുന്നത്. വളർത്തുദോഷമെന്ന് പറയുമ്പോൾ തന്നെ അത് അമ്മയുടെ വളർത്തുദോഷമെന്നേ വരത്തുള്ളൂ. കാരണം നമ്മുടെ ഇവിടെ കുട്ടികളെ വളർത്തുന്നത് കൂടുതലും അമ്മമാരാണല്ലോ. അതുകൊണ്ട് എന്നാൽ ഇവിടെ ഈ അമ്മമാരാണ് അപ്പോൾ കുറ്റക്കാരായിട്ട് മാറുന്നത്. ഈ അമ്മ എങ്ങനെയാണ് കുറ്റക്കാരിയായി മാറുന്നത് എന്നുള്ള ഇതിൻ്റെ ആ ബാക്കിലുള്ള കാര്യമാണ് ഞാൻ സൂചിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പൊതുവേ എന്ത് കാര്യം എടുത്താലും ഏറ്റവും ലാസ്റ്റ് വന്ന് നിൽക്കുന്ന കാര്യത്തെ മാത്രം ബേസ് ചെയ്തിട്ടാണ് കുറ്റക്കാരെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹം. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെ കൊണ്ടുകൂടി നമ്മൾ കുറച്ചുകൂടെ സൂക്ഷ്മമായിട്ട് അകത്തേക്ക് കയറി അവലോകനം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ അമ്മ എന്ന് പറയുന്ന സ്ത്രീ അവർ ഒരു പുരുഷൻ നിർമ്മിച്ചിരിക്കുന്ന ഒരു സ്ത്രീവിരുദ്ധ സമൂഹത്തിൻ്റെ ജനിച്ച് വളർന്ന് പാകപ്പെട്ട് വന്നിരിക്കുന്ന ഒരു നന്നായിട്ട് അതിനകത്ത് കണ്ടീഷൻ ചെയ്ത് വന്നിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ ഭാഗത്തു നിന്ന് അതിനകത്ത് അഥവാ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായാൽ പോലും അവരെ കുറ്റപ്പെടുത്താനാവില്ല. അതേപോലെ മറ്റൊരു കാര്യം, ഇത് അമ്മമാരിൽ നിന്ന് വരുന്നതിനേക്കാൾ കൂടുതൽ സമൂഹത്തിൽ നിന്നാണ് കുട്ടികൾ സ്ത്രീവിരുദ്ധതകൾ ആർജിച്ചെടുക്കുന്നത്. എന്തായാലും ഒരു സ്ത്രീക്ക് തനിക്കെതിരായിട്ട്, സ്ത്രീകൾക്കെതിരായിട്ട്, അല്ലെങ്കിൽ മറ്റു കുട്ടികളോട് മോശമായിട്ട് തൻ്റെ ആൺമക്കൾ പെരുമാറത്തക്ക രീതിയിൽ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു അറിവ് തൻ്റെ മക്കൾക്ക് കൊടുക്കേണ്ട ഒരാവശ്യമില്ല. അവരങ്ങനെ മനഃപൂർവ്വമായിട്ട് ചെയ്യത്തതുമില്ല. ബോധപൂർവമല്ലാതെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ടാകാം. പക്ഷേ അവർ ബോധപൂർവം അത് ചെയ്യാനുള്ള ഒരു സാധ്യതയുമില്ല. പിന്നെ കൂടുതലും സംഭവിക്കുന്നത് സമൂഹത്തിൽ നിന്ന്, ചുറ്റുപാടുകളിൽ നിന്ന്, അയൽപക്കത്തു നിന്ന്, പിന്നെ കൂട്ടുകാരിൽ നിന്ന് ഒക്കെയാണ് ഈ സ്ത്രീവിരുദ്ധതകൾ ഈ കുട്ടികൾ ആർജിച്ചെടുക്കുന്നത്. നമ്മുടെ മിത്തുകളിൽ നിന്ന്, സംസ്കാരത്തിൽ നിന്നൊക്കെയാണ് കുട്ടികൾ ഈ സ്ത്രീവിരുദ്ധതകൾ ആർജിച്ചെടുക്കുന്നത്. എന്നിട്ട് കുറ്റം മുഴുവൻ സ്ത്രീയുടെ മണ്ടയിലേക്കാണ് ഇടുന്നത്. അതായത് നേരത്തെ തന്നെ ഈ സ്ത്രീവിരുദ്ധ സമൂഹത്തിൻ്റെ വിഴുപ്പും ഭാണ്ഡവും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ, കുട്ടികളെ വളർത്തുന്ന ഭാരം മുഴുവൻ തനിയെ ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു സ്ത്രീ അവസാനം അതിൻ്റെ കുറ്റം കൂടെ ഏറ്റെടുക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ എത്ര വലിയ ഒരു അന്യായമാണ് ഈ സ്ത്രീകളുടെ നേരെ, അമ്മമാരുടെ നേരെയൊക്കെ നടക്കുന്നതെന്ന് കൂടി നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ടെന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. ശരി, നന്ദി.